തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഗാന്ധി കുടുംബം കോൺഗ്രസിന് വോട്ട് ചെയ്തില്ല. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത് ആം ആദ്മി സ്ഥാനാർത്ഥിയായ സോംനാഥ് ഭാരതിക്കാണ്. ഭരണകക്ഷിയായ BJPയെ താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടെ ഭിന്നതകൾ മറന്ന് കോൺഗ്രസും AAPയും അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ മുന്നണിയുടെ കീഴിൽ അണിനിരന്നാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ 4-ൽ AAPയും 3-ൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത്. ഇതിൽ സോണിയയ്ക്കും രാഹുലിനും വോട്ടുള്ള ന്യൂഡൽഹി ലോക്സഭാ മണ്ഡലം AAPയുടേതാണ്. AAPയുടെ സോമനാഥ ഭാരതി BJPയുടെ ബാൻസുരി സ്വരാജിനോടാണ് ഇവിടെ മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ന്യൂഡൽഹി മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഗാന്ധി കുടുംബാംഗങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിക്ക് വോട്ട് ചെയ്യാതെ AAPക്ക് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഐക്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടി വോട്ട് ചെയ്യുന്നു എന്നായിരുന്നു ഇത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രിയങ്ക മറുപടി നൽകിയത്. ഏകദേശം 9:30 മൗലാന ആസാദ് റോഡിലെ നിർമ്മൽ ഭവനിലെ പോളിംഗ് ബൂത്തിലെത്തിയ സോണിയയും രാഹുലും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പോളിംഗ് ബൂത്തിന് മുന്നിൽ നിന്ന് സെൽഫിയും എടുത്തിരുന്നു. വോട്ട് രേഖപ്പെടുത്താൻ പ്രിയങ്കയും റോബർട്ട് വാദ്രയും മക്കളും എത്തിയിരുന്നു. പ്രിയങ്കയുടെ മക്കളായ റെയ്ഹാനും മിരയ്ക്കും കന്നി വോട്ടായിരുന്നു. ഡൽഹിയിൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7-ൽ 7 കരസ്ഥമാക്കി കോൺഗ്രസ് സമ്പൂർണ്ണ വിജയം നേടിയിരുന്നു. കോൺഗ്രസിന്റെ ശക്തി ക്ഷയിക്കുന്നത് AAPയുടെ വരവോടെയാണ്. അധികാരം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തിന് മുന്നിൽ വിട്ടുവീഴ്ചയുടെ സ്വരം സ്വീകരിച്ച കോൺഗ്രസും AAPയും ആദ്യമായാണ് ഡൽഹിയിൽ ഒന്നിച്ച് മത്സരിക്കുന്നത്. ഡൽഹിയിൽ പ്രചാരണം തെളിച്ചുമറിഞ്ഞാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. കെജ്രിവാളിന്റെ അറസ്റ്റും ജയിൽ മോചനവും കർഷക സമരവുമൊക്കെ ജനവിധിയെ സ്വാധീനിക്കുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. ഹെൽത്ത് എമർജൻസീസിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഗുണം ചെയ്യും. ഹെൽത്ത് ഇൻഷുറൻസ് പോലെ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ ഇവിടുത്തെ നല്ല ഹോസ്പിറ്റലുകളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് നൽകും. ഒപ്പം പിന്നെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവും ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കൂ. ഹെൽത്ത് ഇൻഷുറൻസ്, ഗുണമുള്ള കാര്യം.